അപ്പോൾ കാര്യത്തിലോട്ട് അടക്കാം. ഈ തേച്ചൊരച്ച് കൈകൾ പരിപാടി നടക്കുന്നത് തൻ്റെ കല്യാണത്തിന് മുന്നോടിയായി തൻ്റെ മുഖത്ത് വരുന്ന ചില മിനുക്ക് പണികളാണ്. അങ്ങനെ കല്യാണ പയ്യനെ ഉണക്കാൻ വെച്ചിട്ട് നമ്മൾ നേരെ വിട്ട് സാരി കൊടുക്കൽ ചടങ്ങിലോട്ട്. അങ്ങനെ മുല്ലപ്പൂവും സാരിയും പിന്നെ എൻ്റെ കുറച്ച് കുടുംബക്കാരോട് ചേർന്ന് നേരെ അവിടെ എത്തി. അമ്മയുടെ വക വിളക്ക് കത്തിപ്പ്, പിന്നെ കുറെ കാലുപിടുത്തം, പിന്നെ സാരിയും കൊടുത്ത് ആ ചടങ്ങും തീർത്ത അടുത്ത പരിപാടിയിലോട്ട്. പിന്നെ നെക്സ്റ്റ് ഡേ കല്യാണം. രാവിലെ മണ്ഡപത്തെത്തി പയ്യന്താ തുള്ളലോടെ എൻ്റെ വക 1-2 കോപ്രായങ്ങൾ. അങ്ങനെ വന്നവർക്കൊക്കെ നന്ദിയും പറഞ്ഞൊരു 4-5 റൗണ്ടും വെച്ച് പെണ്ണ് കാത്തിരുന്നപ്പോൾ ആ പെണ്ണിന്റെ മാസ് എൻട്രി. അങ്ങനെ സൂപ്പർ ഡാൻസ് എല്ലാം കഴിഞ്ഞ് പെണ്ണ് മണ്ഡപത്തിലോട്ട്. പെണ്ണ് വന്ന സന്തോഷത്തിലാണോ പെണ്ണ് കിട്ടിയ സന്തോഷത്തിലാണോ എന്നോട് പയ്യ ഒരേ നെരിപ്പ് തന്നെ. പിന്നീടല്ല ഈ തീർത്ഥവും കുടിച്ച് കുറിയിടുന്നവണ്ടല്ലേ വയാത്തിസ്റ്റാണ്. അത് കഴിഞ്ഞാൽ പിന്നെ മെയിൻ പരിപാടി. അങ്ങനെ താലിയും കിട്ടിയ ആൾക്കാർ പൂവും വാരി എറിഞ്ഞൊരു സിന്ദൂരം പൂശി ചറപറ കുറെ ഫോട്ടോ എടുത്ത് പിന്നെ പായസവും കുഴിച്ച് പഴവും തിന്ന് നേരെ പ്രധാന സ്ഥലത്തേക്ക്. അടുത്തിരുന്നവനാണെങ്കിൽ തൊടുകറി എല്ലാം എടുത്ത് കൂട്ടിയിട്ട് റാറ്റിങ്. പിന്നെ ഒരു അസല് ഗംഭീര സദ്യയും കഴിഞ്ഞ് ഭാര്യ ഊട്ടും കഴിഞ്ഞ് എന്നെയും കുറെ കാലുപിടുത്തവും കഴിഞ്ഞ് പെണ്ണിറങ്ങുന്ന സമയത്ത് ആരെങ്കിലും കരയെന്ന് എഴുതി അടുത്ത് പോയപ്പോൾ അവരാരും കരഞ്ഞില്ല. മേക്കപ്പ് ഒലിച്ചോന്ന് വേണ്ടി പെണ്ണെല്ലാവർക്കും ടാറ്റ കൊടുത്ത് തിരിച്ച് നേരെ വീട്ടിൽ. വൈകുന്നേരത്തെ റിസപ്ഷനും കുറേ ഫുഡും പിന്നെ ആഡിറ്റോറിയം കാലിയായതും മഴയും കല്യാണ അടിപൊളി. അപ്പം ശരി, പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ കാണാം.